രണ്ടാമത്തേത് രമ്യ നമ്പീഷിന്റെ ഇൻഫ്ലുവൻസറുടെ കഥയാണ്. ഇൻഫ്ലുവൻസോ ലിജിൻ ജോസ് സംവിധാനം ചെയ്ത് പാർവതി തിരുവോത്ത്, ഐശ്വര്യ രാജേഷ്, ഉർവശി, ലിജോമോൾ ജോസ്, രമ്യ നമ്പീശൻ തുടങ്ങിയവർ അഭിനയിച്ച ഹെർ എന്ന മലയാളം സിനിമയെ കുറിച്ചാണ് ഇന്ന്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന 5 സ്ത്രീകളുടെ കഥയാണിത്. 5 വ്യത്യസ്ത കഥകൾ, പക്ഷേ അതിൽ 2 കഥകൾ മാത്രം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പടത്തിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്തായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തുള്ള വ്യക്തി ആരായിരിക്കും, അപ്പുറത്തുള്ള വ്യക്തി ഇന്ന ടൈപ്പ് ഒരാളായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അത് ഈ ക്യാരക്ടർ ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് 5 കഥകളാണെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തേത് ഐശ്വര്യ രാജേഷിന്റെ ഉറുമ്പിന്റെ കഥയാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നിസ്സാരവും തോന്നും, പക്ഷെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഏത് ജെൻഡറിൽ പെട്ടവർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. അതിപ്പോ സ്ത്രീകൾക്കാവുമ്പോൾ കുറച്ചുകൂടി ഭീകരമായിരിക്കും. സോ അത് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇറ്റ്സ് ഗുഡ്. രണ്ടാമത്തേത് രമ്യ നമ്പീഷിന്റെ ഇൻഫ്ലുവൻസറുടെ കഥയാണ്. ഇൻഫ്ലുവൻസേഴ്സിന്റെ കപടമുഖം കാണിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ വലിയൊരു രസം എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു നിർഗുണമായ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണെങ്കിൽ ചിലയിടങ്ങളിൽ ഭയങ്കര അസഹനീയവുമായിരുന്നു. രാജേഷ് മാധവൻ കൊള്ളാമായിരുന്നു. രമ്യ നമ്പീഷിന്റെ ആക്ടിങ്ങും ആ ക്യാരക്ടറും ഒട്ടും ഓർഗാനിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതെല്ലാം പോരാത്തതിന് അതിനിടയിൽ കൂടെ ജോസ് ആലുക്കാസിന്റെ പരസ്യം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഉർവശി, പ്രതാപോത്തൻ എന്നിവർ അഭിനയിച്ച കുറച്ച് പ്രായമായ ദമ്പതികളുടെ കഥയാണ്. അത് രസം ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഉർവശിയുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ചാരുതയാർന്ന അഭിനയം കൊണ്ട് ആ ഒരു സെഗ്മെന്റ് വളരെ മികച്ചതായിട്ട് തോന്നി. പ്രതാപോത്തന്റെയും ഒരു വിടപറയൽ ചിത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന് മരണശേഷം ഡബ് ചെയ്തിരിക്കുന്നത് മിമിക് ചെയ്താണ് ചെയ്തേക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അടുത്തത് ലിജോമോൾ ജോസ് പ്രധാന വേഷത്തിൽ വന്ന പ്രീ വെഡിങ് ഷൂട്ട് കഥയാണ്. വളരെ കാലിക പ്രാധാന്യമുള്ള, തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ടോപ്പിക്ക് ഇപ്പോഴെങ്കിലും പറഞ്ഞത് വളരെ നല്ല കാര്യം. പിന്നെ പാർവതി തിരുവോത്തിന്റെ കോർപ്പറേറ്റ് വുമന്റെ കഥയാണ് വരുന്നത്. ആ കഥ കൊണ്ട് നിർത്തിയ ആ ഒരു ക്ലൈമാക്സ് മികച്ചതായിരുന്നുവെങ്കിലും അത് പോയ വഴി വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി. പാർവതിയുടെ ആക്ടിംഗ് ഒക്കെ വളരെ നാച്ചുറൽ ആയിരുന്നു. ഗുരു സോമസുന്ദരം, റോണി ഡേവിഡ്, മാല പാർവതി, ശ്രീകാന്ത് മുരളി, മനോഹരി ജോയ്, മമിത ബൈജു തുടങ്ങിയവരും പടത്തിലുണ്ട്. ആർക്കും പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ചന്തു ശെൽവരാജിന്റെ ക്യാമറ, കിരൺ ദാസിന്റെ എഡിറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. അതുപോലെ ഗോവിന്ദ് വസന്തയുടെ ടൈറ്റിൽ സോങ് കൊള്ളാം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പലയിടങ്ങളിലും ഓവർ ദ ടോപ്പ് ആയിട്ട് ഫീൽ ചെയ്തു. അർച്ചന വാസുദേവിന്റേതാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ്. സോ ഇതിന്റെ മെയിൻ നെഗറ്റീവ് പറയുകയാണെങ്കിൽ വളരെ ഓൾഡ് സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് ആണ് പ്രധാന പോരായ്മയായിട്ട് തോന്നിയത്. പടം കണ്ടപ്പോൾ ഒരു 2014 2015 ഒക്കെ ഉണ്ടാക്കിയ ഒരു ഫീൽ ആയിട്ടാണ് തോന്നിയത്. മൊത്തത്തിൽ ഒരു നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒരു ഫോഴ്സ്ഫുൾ ആയ, അല്ലെങ്കിൽ ഇതിലിപ്പോൾ രമ്യ നമ്പീഷിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് ഓർഗാനിക് എഡിറ്റിംഗ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് എന്ന്. ഇതിലെ കഥ ഒട്ടും ഓർഗാനിക് ആയില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇതിന്റെ പൊളിറ്റിക്സ് ഒക്കെ നല്ലതായിരുന്നുവെങ്കിലും പ്രോഗ്രസീവ് ആയിരുന്നുവെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ട് അത് കഥയുമായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നില്ല, അങ്ങനെ ഫീൽ ചെയ്തില്ല. അതുപോലെ 2 കഥ മാത്രമേ സത്യത്തിൽ ഇങ്ങനെ ലിങ്ക്ഡ് ആയിട്ടുള്ളൂ. ബാക്കി കഥകളൊന്നും ഇതിലേക്ക് ലിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. സോ ഇത് 4 ആന്തോളജി സ്റ്റോറി ആയിട്ട് പറയേണ്ട കാര്യമേ ഉള്ളായിരുന്നു എന്നും തോന്നി. സോ ആകെ മൊത്തം ടോട്ടലിൽ പറയാൻ ഉദ്ദേശിച്ചത് നന്നായിരുന്നു, പ്രോഗ്രസീവ് ആയിരുന്നു, അതുപോലെ നല്ല കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ പറഞ്ഞ രീതി ഒട്ടും ഇമ്പാക്ട്ഫുൾ ആയില്ല. ഒരു കാലാഹരണപ്പെട്ട ട്രീറ്റ്മെന്റ് ആൻഡ് മേക്കിങ്ങിൽ വന്ന ഒരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവാം. സോ പടം നിങ്ങൾക്ക് മനോരമ മാക്സിൽ കാണാം. 1 മണിക്കൂർ 37 മിനിറ്റാണ് ദൈർഘ്യം. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.